ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള പോയിൻ്റാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കണ്ടൻ്റാണ് ഫാമിലി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫാമിലി ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ആറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഫ്രം ഹിസ് വെരി നെക്സ്റ്റ് മൊമെൻ്റ് ഓഫ് ഹിസ് ബർത്ത്. ഒരാൾ ജനിച്ചതിൻ്റെ ജനിച്ചത് മുതൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈവൻ ഹിസ് ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് അല്ലേ, അങ്ങനെ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ പറയാം. അപ്പോൾ അയാളുടെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള കാലങ്ങളോളം അയാൾക്ക് എന്തുണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. സോ എ പേഴ്സൺ സ്പെൻഡ് ഹിസ് മെജോറിറ്റി ഓഫ് ഹിസ് ടൈം ബൈ ദ ഫാമിലി അല്ലേ. ഒരാൾ അയാളുടെ കുടുംബത്തോടൊപ്പമാണ് അയാളുടെ ജീവിതത്തിൻ്റെ കുറേ ഭാഗം സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, they are providing the ready-made attitudes on a variety of issues അല്ലേ. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ്, അത് അച്ഛനാവാം, അമ്മയാകാം, ഗ്രാൻഡ്മയാകാം, ഗ്രാൻഡ് പാ ആവാം, അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, അങ്കിൾ ആൻറ്റി, ബ്രദർ സിസ്റ്റർ, ഇങ്ങനെയുള്ള ആരുമാകാം. എന്ത് ചെയ്യുന്നുണ്ട്, they are providing a ready-made ആറ്റിറ്റ്യൂഡ് അല്ലേ. അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടേതായ ആറ്റിറ്റ്യൂഡ്സ് ഈ കുട്ടികളിലേക്ക് കുത്തിവെക്കപ്പെടുന്നുണ്ട്. അത് ഏതിനൊക്കെ കുറിച്ചിട്ടാവാം, ഒന്നുകിൽ എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായതാകാം, ആരോഗ്യ സംബന്ധമായതാകാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ളതാകാം, പൊളിറ്റിക്സ് ആയിട്ടുള്ളതാകാം, എക്കണോമിക്സ് ആയിട്ടുള്ളതാകാം. ഫോർ എക്സാമ്പിൾ നമുക്ക് 2-3 ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലീജിയൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ അവരുടെ ആ കുട്ടിയെ മാതാപിതാക്കൾ പറഞ്ഞു വളർത്തുന്നത് ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചും ഹിന്ദു ആരാധനയെക്കുറിച്ചൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെക്കും. ഇനി പൊളിറ്റിക്സ് ആണെങ്കിൽ, അച്ഛൻ ഒരു എക്സ് എന്നുള്ളൊരു പാർട്ടിയാണ്, അമ്മയും എക്സ് എന്നുള്ളൊരു പാർട്ടിയാണെങ്കിൽ അവർക്ക് ജനിക്കുന്നൊരു കുട്ടി സ്വാഭാവികമായും ഒരു 90% കേസിലും എന്ത് തന്നെയായി മാറും, എക്സ് എന്നുള്ളൊരു പാർട്ടിയിലേക്ക് വരാനുള്ള ഇൻഫ്ലുവൻസ് അച്ഛനും അമ്മയും നടത്തിയിട്ടുണ്ടാവും. ഇനി എക്കണോമിക്സ്, ഒരു പുവർ ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയോട് അച്ഛനും അമ്മയും പണത്തിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യത്തിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇനി റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ പാരൻസ് കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പണത്തിനെക്കുറിച്ച്. മണി ഈസ് നത്തിങ്, അല്ലെങ്കിൽ മണി ഈസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അങ്ങനെയുള്ള കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ഫാക്ടർ, ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡിൽ നെക്സ്റ്റ് ഫാക്ടറാണ് സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ഫാക്ടറിൽ നമ്മൾ പറയുന്ന സമയത്ത് കുറേയധികം പോയിന്റുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഭാഷേൻ്റെയും സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ സമൂഹവും വ്യത്യസ്തമാണ്. സോ ഈച്ച് സൊസൈറ്റി influence the behavior of that particular persons who are living in the same society. We know that every country have their own people. Each country is different from other country. Each country's peoples are different from each country അല്ലേ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചൈനക്കാരെ പോലെയല്ല അമേരിക്കക്കാരെ പോലെയല്ല ഇന്ത്യക്കാർ. ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലായാലും അവരുടെയൊക്കെ ബിലീഫ്സിലായാലും വാല്യൂസിലായാലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൾച്ചർ അമേരിക്കക്കാർക്ക്, അത് ബാക്കിയുള്ള ഒരു ആൾക്കാർക്കും തോന്നുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല അല്ലേ. എല്ലാ സാധനങ്ങളെയും കറി വെച്ച് കഴിക്കുക എന്നുള്ള ചൈനീസുകാരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സാണ്. അങ്ങനെയുള്ളൊരു ഹാബിറ്റ് നമ്മുടെ ഇന്ത്യക്കാർക്കില്ല. അപ്പോൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് റിലീജിയൻ ഇൻ അമേരിക്ക ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യ. ആൻഡ് കേരളത്തിലെയും പഞ്ചാബിലെയും ഭക്ഷണ രീതിയായാലും ആരാധന രീതിയായാലും അത് വ്യത്യസ്തമാണ്. ഈവൻ തമിഴ്നാട്ടിലെ ഭക്ഷണ രീതിയായാലും ആരാധന രീതിയായാലും അത് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ്
അല്ലേ? ഇപ്പോൾ കാസർഗോഡുള്ള സംസ്കാരമല്ല തിരുവനന്തപുരത്തുള്ള, അല്ലെങ്കിൽ കാസർഗോഡുകാരുടെ ആറ്റിറ്റ്യൂഡല്ല തിരുവനന്തപുരംകാർക്കുള്ളത്, മലബാറുകാരുടെ ആറ്റിറ്റ്യൂഡല്ല തെക്കൻകാർക്കുള്ളതെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തിലുള്ള ആൾക്കാരുടെയും ചിന്താഗതി, അല്ലെങ്കിൽ ബിലീഫ്സ്, വാല്യൂസ്, നോംസ്, കൾച്ചർ, ലാംഗ്വേജ്, അല്ലേ? കാസർഗോഡ് ഭാഷയാണോ തിരുവനന്തപുരം ഭാഷയാണോ, ഏതാണ്? രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പ്രധാനപ്പെട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുറേ സോഷ്യൽ ഫാക്ടേഴ്സും ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞ് നിർത്തുന്നത്. ഇനി നെക്സ്റ്റ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിലേക്ക് നമുക്ക് കടന്നില്ല. എന്താണ് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ ഫാമിലി ഫാക്ടേഴ്സിൽ പറഞ്ഞു, ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ 3/4 സമയവും ചെലവഴിക്കുന്നത് അയാളുടെ കുടുംബത്തോടൊപ്പമാണ്. അതേ സമയത്ത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, കുറേ അധികം സമയം മെജോറിറ്റി ടൈമും അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആ എംപ്ലോയിയിൽ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നേച്ചർ ഓഫ് ജോബ്, ഫാക്ടറി ഓർ ഓഫീസ് ലേ ഔട്ട്, ഫെലോ വർക്കേഴ്സ്, ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ, മോണിറ്ററി റിവാർഡ്സ്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, ഓർഗനൈസേഷണൽ പോളിസീസ്, പ്രാക്ടീസസ്, അല്ലേ? ഇതൊക്കെ ഒരു ജോബ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു മനുഷ്യനിൽ ഒരു ജോബ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. ഒരു നല്ല ജോലിയാണോ, നല്ലൊരു ഓഫീസ് സ്ട്രക്ചർ ഉണ്ടോ, നല്ല കോവർക്കേഴ്സ് ആണോ, നല്ല ക്വാളിറ്റി ഓഫ് സൂപ്പർവിഷൻ ഉണ്ടോ, നല്ല രീതിയിലുള്ള റിവാർഡ്സ് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ, നല്ല ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് അവിടെയുണ്ടോ, മാന്യമായിട്ടുള്ള പോളിസീസും പ്രാക്ടീസസുമാണ് ജോലി ചെയ്യാനുള്ളത് ഓർഗനൈസേഷനിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ്, അല്ലെങ്കിൽ അവിടെയുള്ള പേഴ്സൺസിനൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും ജോലിയോട് ഉണ്ടാകുക, അല്ലേ? അല്ല എങ്കിലോ നേരെ തിരിച്ചുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും എംപ്ലോയീസിന് ജോലിയോട് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലേ? ഇനി നെക്സ്റ്റ് ഫോർമേഷൻ ഓഫ് ആറ്റിറ്റ്യൂഡിന് നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ പറയുന്നത് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ചില ഘടകങ്ങൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് അയാളുടെ കല്യാണം, അയാളുടെ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരാളാണെങ്കിൽ ഇപ്പോൾ ജോലി, വീട് വെക്കൽ, കല്യാണം എന്നൊക്കെ പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദീസ് എക്കണോമിക് ഫാക്ടേഴ്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ്, അല്ലേ? എക്കണോമിക് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ദ കൺട്രി, ഗവൺമെൻറ്റ്സ് എക്കണോമിക് പോളിസി ആൻഡ് ദ കൺട്രീസ് എക്കണോമിക് കണ്ടീഷൻസ് ഓൾസോ അഫക്റ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സൺസ്. ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിൻ്റെ കേസ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവാം, ഇപ്പോൾ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായി മാറും. ഇപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പണം ഒരു അമൂല്യമായിട്ടുള്ളൊരു വസ്തുവായിട്ടായിരിക്കും അയാളുടെ ആറ്റിറ്റ്യൂഡ് കാണുന്നത്. അല്ല, റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് പണം ഒരു അമൂല്യമായിട്ടുള്ള വസ്തുവായിട്ടൊന്നും തോന്നൂല, അയാൾക്കത് സിമ്പിൾ മാറ്ററായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സൊമാലിയ പോലെയുള്ള ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരാൾക്ക് പണം എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള വസ്തുവാണ്. അത് അയാൾ പൊന്നുപോലെ സൂക്ഷിക്കുക, അല്ലെ പൊന്നുപോലെ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കിവിടെ അമൂല്യമായ വസ്തു പൊന്നു ആയതുകൊണ്ടാണ് നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അവിടെ ഭക്ഷണമാണ് അവിടെ അമൂല്യമായിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നതെന്ന്, ഞങ്ങൾ പണം ഭക്ഷണത്തെ പോലെ സൂക്ഷിക്കുമെന്ന് പറയും. കാരണം അവരുടെ കൺട്രീൻ്റെ എക്കണോമിക് കണ്ടീഷൻസ്, അവിടുത്തെ ഇൻഫ്ലേഷൻസ്, അല്ലേ, അവരുടെ എക്കണോമിക് പോളിസീസ്, ഇതൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ ഉള്ള ഘടകങ്ങളെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടർ. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങൾ, അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇപ്പോൾ X എന്നോ Y എന്നോ Z എന്നോ ഉള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഐഡിയോളജീസ്,
അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റീസ്, ആ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ബിഹേവിയർ, അവരുടെ ലീഡേഴ്സിൻ്റെ ബിഹേവിയർ, ഇതൊക്കെ രാജ്യത്തെ ജനങ്ങളെയും ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ പാകിസ്ഥാനിലെ ഭരണത്തിൻ്റെയും ഇന്ത്യയിലത്തെ ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ അമേരിക്കൻ്റെ ഭരണത്തെയും അല്ലെങ്കിൽ ചൈനീസ് ഭരണത്തെയും അല്ലെങ്കിൽ ദക്ഷിണ കൊറിയൻ്റെ ഭരണത്തെയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ഭരണം എടുക്കാം. സ്വിറ്റ്സർലാൻഡ്, ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയിലത്തെ ഭരണം എന്ന് പറയുന്നത് ഏകാധിപത്യ രീതിയിലായിട്ടുള്ളൊരു ഭരണമാണ്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത് ക്രൂവലായിട്ടാണ്. അവിടെ ഐഡിയോളജി എന്ന് പറയുന്നത് ആനിമൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ആനിമൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്, കുറച്ച് മൃഗീയമായിട്ടുള്ളതാണ്. പക്ഷേ സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ ഐസ്ലൻഡോ അങ്ങനെയുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ പൊളിറ്റീഷ്യൻസിൻ്റെ ഐഡിയോളജീസും അവരുടെ പൊളിറ്റിക്കൽ കൺസെപ്റ്റ്സും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയൊക്കെ വളരെ മികച്ചതാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സും അമേരിക്കയിലോ സ്വിറ്റ്സർലാൻഡിലോ ഐസ്ലൻഡിലോ താമസിക്കുന്ന ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡും വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനായിട്ട് ഉള്ളത്. ഇനി നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹോബി എന്നുള്ള ഒരു പോർഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്.